ആത്മഹത്യ ചെയ്ത കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകൻ സാബുവിനെ CPIM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്ത്. അടിവാങ്ങേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നുമാണ് ബാങ്ക് മുൻ പ്രസിഡന്റ് കൂടിയായ VR സജിയുടെ ഭീഷണി. ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടില്ല. ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കടന്ന് കൈയും കാലും വിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെക്രട്ടറിയോട് പോലും നിങ്ങളോട് പറയാതെ അവരെല്ലാവരുടെ കൂടി നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ്. എന്റെ പൊന്നു സഹാവെ അവരെന്നെ കയറി വരുന്നത് കണ്ടു. അന്നേരം ഞങ്ങൾ അവിടെ ഉണ്ട്. എന്റെ പൊന്നു സഹാവെ സംഭവം നടന്ന അങ്ങനെയൊന്നും അല്ല. സത്യത്തിലുള്ള സംഭവം. നിങ്ങൾക്ക് അതിന്റെ വിഷമം വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സാബു എന്റെ വിഷമം ഞാൻ വേണമെങ്കിൽ സാബുവിന് അതിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാബു മനസ്സിലാവുള്ളൂ. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. എന്റെ പൊന്നു സഹാവ ഇതൊന്നും അല്ല. സത്യം അതൊന്നും അല്ല. അവരെന്താ പറഞ്ഞേക്കുന്ന പോലും എനിക്ക് അറിയത്തില്ല. അവരങ്ങനെ കള്ളവൊന്നും പറയല്ല. നിങ്ങളെ കുറിച്ച് ഇന്ന് വരെ ഞാനൊരു നിങ്ങൾ ഭാര്യയും കൂടെ വന്ന് അവിടെ കിടന്ന് എല്ലാ വേളവും ഉണ്ടാക്കുമ്പോഴും നിങ്ങളുടെ പൈസ തരാനുള്ളത് കൊണ്ട് ബാങ്ക് അതിനു വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങള് പരമാവധി ക്ഷമയോടെ അത് പോവാണ്. അവരെല്ലാം ഞാൻ എപ്പോഴും നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഈ സജി വിഷയത്തിൽ ഇടപെടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? CPM നേതൃത്വം ഔദ്യോഗികമായി എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോഴത്തെ CPIMന്റെ ഏരിയ സെക്രട്ടറി മാത്യു ജോർജിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. അതോടെ പറയുന്നത് ഈ സജി ഈ ഭരണസമിതി അംഗം, ബാങ്ക് ഭരണസമിതി അംഗമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ഈ ഫോൺ സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഒന്നും തന്നെയില്ലായിരുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് 20 കോടി രൂപ പുറത്ത് ലോൺ കൊടുത്തിരുന്നു. ഈ ലോണൊന്നും തിരികെ ബിനീഷ്, നമുക്ക് CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശിവരാമൻ, ഈ വിഷയം വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ബാങ്ക് നൽകുന്ന വിശദീകരണത്തിൽ താങ്കൾ തൃപ്തരാണോ? അല്ല, ഇത്തരം കാര്യത്തിൽ ബാങ്കിന്റെ ഒരു വിശദീകരണം തൃപ്തികരമാണോന്ന് ചോദിച്ചാല് അതൊരു അവർ പറയേണ്ട കാര്യങ്ങൾ അവർ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പണം നിക്ഷേപിച്ചിരുന്ന ഒരു നിക്ഷേപകൻ പണം കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ആ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ചില സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിതെന്ന് ഓർക്കണം. അപ്പൊ അത്തരം സന്ദർഭത്തിൽ പൈസ തിരിച്ചു ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിന്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ഗവൺമെന്റ് സമഗ്രമായ അന്വേഷണം നടത്തണം. ശ്രീ ശിവരാമൻ, ബാങ്കിൽ നിക്ഷേപിച്ച തുകയാണ് ഈ സാബു തിരികെ ചോദിച്ചത്. അതിനാണ് ഇത്തരത്തിലുള്ളൊരു ഭീഷണിയുമായിട്ട് അവിടുത്തെ CPMന്റെ നേതൃത്വം രംഗത്തെത്തിയത്. അത് എങ്ങനെ നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയും? അതിൽ പാർട്ടിയുടെ ഒരു വിശദീകരണം പോലും വന്നിട്ടില്ല. അല്ല, അതിപ്പോ പാർട്ടി നോക്കണ്ട. പണം തിരികെ ചോദിക്കുമ്പോ നിക്ഷേപകനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്ന് മാത്രമല്ല, അത്തരം രീതി തുടർന്നാൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആകെ തകർന്നു പോവുകയും ചെയ്യും. സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയാണ് ഇതിലൂടെ തകരുന്നത് എന്ന കാര്യം അവർ മനസ്സിലാക്കണം. ഭീഷണിപ്പെടുത്തിയൊന്നും ഒരു കാര്യവും നടത്താൻ കഴിയില്ല. അത് യാതൊരു മാർഗമില്ലാതെ വരുമ്പോഴാണല്ലോ ആളുകൾ നിക്ഷേപിച്ച പണം ഭാവിക്ക് വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്. അപ്പൊ അത് ആവശ്യമുള്ള സമയത്ത് കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. ആ അവകാശം അങ്ങനെ അനുവദിച്ചു കൊടുക്കണ്ടേ? ഇനി അത് ബാങ്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെങ്കിൽ അത് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി അവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയണമല്ലോ. അല്ലാതെ ഭീഷണിപ്പെടുത്തുകയല്ലല്ലോ ചെയ്യേണ്ടത്.
ഈ ബാങ്ക് വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ്. അത് മുൻപ് അവിടെ UDF ഭരിച്ചിരിക്കുന്ന കാലത്താണെന്നൊക്കെ പറയുന്നത്. അതിനെ നമുക്ക് ഏത് രീതിയിൽ കാണാൻ കഴിയും? അല്ലാതെ UDF ഭരിച്ചപ്പോൾ ബാങ്ക് നഷ്ടത്തിലായിരുന്നു, 17 കോടിയുടെ നഷ്ടം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ? അത് നേരെയാക്കുക എന്നുള്ളതായിരുന്നല്ലോ ഇവരുടെ ചുമതല, പുതിയ ഭരണസമിതിയുടെ ചുമതല. അതാണല്ലോ പിന്നെ സഹകാരികൾ വിശ്വസിച്ച് ഇവരെ സ്ഥാപനം ഏൽപ്പിച്ചതും. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞ് നമുക്ക് ഇതിനെയൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. ശ്രീ ശിവരാമൻ, ഒറ്റ കാര്യം കൂടി. കേരളത്തിലെ സഹകരണ മേഖല വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ചില ഇടങ്ങളിലെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുഴുക്കുത്തുകൾ, അതിൽ പാർട്ടി ഭേദമൊന്നുമില്ല. കോൺഗ്രസ് ഭരിക്കുന്നിടത്തും CPM ഭരിക്കുന്നിടത്തും CPI ഒക്കെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം പുഴുക്കുത്തുകൾ ചില അപൂർവമായിട്ടും സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ സഹകരണ മേഖലയുടെ ഒരു വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഹകരണ മേഖലയുടെ ഒരു ശുദ്ധീകരണത്തിന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്? അല്ല, അതിപ്പോ അങ്ങനെ ഒരു ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയുന്നതല്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അപൂർവമായിട്ടാണെങ്കിലും ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ വളരെ ശക്തമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ച് സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത നിലനിർത്തണം. സഹകരണ മേഖല എന്ന് പറയുന്ന രാജ്യത്തിലെ സംസ്ഥാനത്തെ ജനങ്ങളുടേതാണ്. അവരെ നമ്മുടെ സമ്പദ്ഘടന കെട്ടിപ്പടുക്കുന്നതിൽ ഈ സഹകരണ പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പൊ ഇത്തരം ചില സംഭവങ്ങൾ കൊണ്ട് ഒരു സഹകരണ മേഖലയുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് വളരെ ശക്തമായ നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന്. നന്ദി ശ്രീ KK ശിവരാമൻ പ്രതികരിച്ചതിന്. CPI നേതാവ് KK ശിവരാമനാണ് പ്രതികരിച്ചത്. ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കുമ്പോൾ അതിന് ഭീഷണിപ്പെടുത്തുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് CPI നേതാവ് പങ്കുവയ്ക്കുന്നത്. ബിനീഷ് ആന്റണി തുടരുന്നുണ്ട്. ബിനീഷ്, ഇപ്പോൾ CPM-ന്റെ ഏരിയ നേതൃത്വം ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? CPM-ന്റെ ഇപ്പോൾ ഏരിയ സെക്രട്ടറി പറയുന്നത് VR സജി ഭരണസമിതി അംഗമായതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത് 20 കോടി രൂപ ലോൺ കൊടുത്തിരുന്നു പുറത്ത്. ആ ലോണൊന്നും തിരികെ വരാത്തത് കാരണമാണ് ഈ ബാങ്ക് ഒരു പ്രതിസന്ധിയിലായത്. ഈ പണം തിരികെ ഈ സാബുവിന് നൽകാം എന്ന് ബാങ്ക് പറഞ്ഞിരുന്നു. 12 ലക്ഷം രൂപയാണ് സാബുവിന്റെ നിക്ഷേപ തുക ഇവിടെ ഉള്ളത്. ഇത് കുറച്ചായി മാസത്തിലെ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം പകുതി പൈസയാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ സാബുവാണ് ബാങ്കിൽ ഇത്തരത്തിൽ പണം ചോദിച്ച് വാക്കുതർക്കമുണ്ടായതൊക്കെ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഈ ഏരിയ സെക്രട്ടറി വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. ഏതായാലും പാർട്ടി സാബുവിന്റെ കുടുംബത്തിനോടൊപ്പം ഉണ്ട്, അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ CPIM-ന്റെ നേതൃത്വം മാത്യു ജോർജ്, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് വ്യക്തമാക്കിയത്. ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇന്നും ഉണ്ടാകാൻ പോകുന്നത്. കാരണം മുൻ CPM-ന്റെ സജി ഇത്തരത്തിൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നു. തനിക്ക് അടികൊള്ളേണ്ട സമയമായി, തനിക്ക് പണി അറിയില്ല, തനിക്ക് പണി കാണിച്ചു തരാം എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഭീഷണി മുഴക്കുന്നു. കൂടാതെ ഈ സാബു ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേദിവസം ബാങ്കിൽ പോകുന്നു. തന്റെ ഭാര്യയുടെ സർജറി ആവശ്യമായി പണം ആവശ്യപ്പെട്ട് 2.25 ലക്ഷം രൂപ സർജറി ആവശ്യമായി ബാങ്കിലെത്തുമ്പോൾ സജിക്ക് അവിടെ ഈ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് വലിയ ഒരു അസഭ്യവും അതോടൊപ്പം തന്നെ സജിയെ സാബുവിനെ പിടിച്ച് തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ ബാങ്കിലെ ജീവനക്കാരെ കൃത്യമായി ആത്മഹത്യാ കുറിപ്പിൽ തന്നെ ബാങ്ക് ജീവനക്കാർക്കെതിരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ബാങ്ക് ജീവനക്കാരാണ് എൻ്റെ മരണത്തിന് കാരണമെന്നും അതോടൊപ്പം തന്നെ ഇനി ആർക്കും ഈ ഗതി വരാൻ പാടില്ലെന്നും അടിക്കുറിപ്പ് എഴുതിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്ത തലേദിവസമാണ് ഈ സാബുവിന് CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ഭീഷണിയും കൂടെ കേൾക്കേണ്ടി വന്നത്. ഇതെല്ലാം തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു മനോവിഷമം ഉണ്ടായി ഇത്തരത്തിൽ ഒരു ആത്മഹത്യയ്ക്ക് ഈ സാബുവിനെ നയിച്ചതെന്ന് വേണം പറയാൻ. സാബുവിന്റെ ഭാര്യയും മേരിക്കുട്ടിയും ഇത്തരത്തിൽ രാവിലെ പ്രതികരിച്ചത് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ഇതെല്ലാം മുൻപും നിരവധി തവണ വലിയ രീതിയിലുള്ള സങ്കടമായ കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ നിക്ഷേപിച്ച പൈസ പോലും ചോദിച്ചെത്തുമ്പോൾ ഞങ്ങളെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ബാങ്കിലെ ജീവനക്കാർ പെരുമാറിയത്. പലപ്പോഴും ടൗണിലെല്ലാം വെച്ച് തന്നെ പലപ്പോഴും നിങ്ങൾ എങ്ങനെ പൈസ മേടിക്കും എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള
അപമാനിച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയും പ്രതികരിച്ചത്. കൂടാതെ മുൻ CPM-ന്റെ ഏരിയ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം തന്റെ ഭർത്താവിന് വലിയ രീതിയിലുള്ള ഒരു മനോവിഷമം ഉണ്ടാക്കി എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് സാബുവിന്റെ ഭാര്യയും പ്രതികരിച്ചത്. ഏതായാലും വലിയൊരു മനോവിഷമത്തിൽ തന്നെയാണ് ഈ സാബു ആത്മഹത്യ ചെയ്തത്. സാബു അതിൽ ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് താൻ ആരുടെടുത്തും ഒരിക്കലും ഒരു തെറ്റുപോലും കാണിച്ചിട്ടില്ല. തന്നെ കട്ടപ്പനയിൽ പറ്റി ചോദിച്ച ആളുകൾ പറയും തനിക്കെതിരെ ആരും താൻ ആരുടെടുത്തും ഒരു ഉപദ്രവം പോലും കാണിച്ചിട്ടില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ സാബുവിന്റെ ആ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഏതായാലും ഈ സാബുവിന് വലിയൊരു മനോവിഷമം ഉണ്ടായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്തതെന്ന് വേണം പറയാൻ. നിബീഷ്, എന്തായാലും ബിനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ നിക്ഷേപകന്റെ ഭാര്യയുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പോകാം. പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് നിരന്തരം ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. ബാങ്ക് സെക്രട്ടറി അപമാനിച്ചെന്നും ബാങ്കിൽ നിന്ന് പലപ്പോഴും കരഞ്ഞ് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ടെന്നും മേരിക്കുട്ടി പറയുന്നു. ഞങ്ങൾ മാസം തോറും പൈസ കയറ്റുമ്പോൾ ഒരിക്കലും സമയത്ത് തരത്തില്ല. ചാച്ചനൊക്കെ അറിയാം. അതിനോടൊക്കെ പറഞ്ഞ് ഞാൻ അമ്മച്ചിയും ചാച്ചനും വയ്യാതെ ഇവിടെ കിടപ്പിലാണ്. എന്നിട്ട് കട അടച്ചാണ് പോകുന്നത് ചോദിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഒരു പ്രാവശ്യം റെജി എന്ന് പറഞ്ഞ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കോളൂ, പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു. അതുപോലെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ കരഞ്ഞു ഊവി അവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തു. പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അവരെന്റെ പുറകെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് എല്ലാ പ്രാവശ്യവും സാവുരം വിളിക്കും. ഇവിടുന്ന് കടയടച്ചേച്ച് അങ്ങോട്ട് വരും. കടയടച്ചേച്ച് വന്നിട്ട് ബാക്കി ചോദിക്കും പൈസ. എന്നെ തെരുതെരെ അങ്ങോട്ട് വിളിക്കുന്ന. സാവ് പോവുകയില്ല, പരമാവധി സാവ് പോവുകയില്ല. ഞാനാണ് എപ്പോഴും ഈ ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നത്. സാവുവിന് പറയാനുള്ള ശക്തി ഇല്ല ആൾക്ക്. ഞാനാണ് പിടിച്ചു നിർത്തുന്നത് കാര്യങ്ങൾ. ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. മണിക്കൂറുകൾ അവിടെ പിടിച്ചിരുത്തുകയാണ്. ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അവർ. അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. സാബു ഭയങ്കര ഹരാസായി. ഇങ്ങനെ വിഷമം കാരണം ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥ.